ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ആഴ്സണലാണ് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും അർജന്റീൻ താരങ്ങൾ പുറത്തായിട്ടുണ്ട്. അത്ലറ്റിക്കോയിൽ നിരവധി അർജന്റീൻ താരങ്ങൾ ഉണ്ടായിരുന്നു, അവർക്കെല്ലാവർക്കും പുറത്താവേണ്ടി വന്നു എന്നുള്ളതാണ്. ഫൈനലിൽ ഒരൊറ്റ അർജന്റീൻ താരം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ അർജന്റീൻ താരങ്ങൾക്ക് സാധിക്കില്ല. ഇനിയിപ്പോൾ ബ്രസീലിയൻ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആഴ്സണലിൽ 3 ബ്രസീലിയൻ താരങ്ങളുണ്ട്. ഗബ്രിയേൽ മാർട്ടിനെല്ലി, ഗബ്രിയേൽ ജീസസ്, ഗബ്രിയേൽ മഗല്ലസ്, അങ്ങനെ 3 താരങ്ങൾ അവിടെയുണ്ട്. ആഴ്സണൽ കിരീടം നേടുകയാണെങ്കിൽ ഈ ബ്രസീലിയൻ താരങ്ങൾ UCL സ്വന്തമാക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു സെമി ഫൈനൽ മത്സരത്തിൽ ബയേണും അതുപോലെ തന്നെ PSG-യും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇതിൽ ബയേണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് PSG ഫൈനലിൽ എത്തുകയാണെങ്കിൽ ബ്രസീലിയൻ താരങ്ങൾക്ക് കിരീടം ഉറപ്പാണ്. കാരണം PSG-യിൽ 2 ബ്രസീലിയൻ താരങ്ങൾ ഉണ്ട്, മാർക്കിഞ്ഞോസ്, ലുക്കാസ് ബെറാൾഡോ. മറുഭാഗത്ത് ആഴ്സണലിലും 3 ബ്രസീലിയൻ താരങ്ങൾ ഉണ്ട്. അതല്ല, PSG-യെ മറികടന്നുകൊണ്ട് ബയേൺ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ബയേണിനകത്ത് ബ്രസീലിയൻ താരങ്ങൾ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം ആഴ്സണൽ, PSG, ബയേൺ ഈ 3 ടീമുകളിലും അർജന്റീൻ താരങ്ങൾ ഇല്ല എന്നുള്ളതും കൗതുകകരമായ ഒരു കാര്യമാണ്. ഏതായാലും ഇത്തവണത്തെ UCL കിരീടം സ്വന്തമാക്കുമ്പോൾ അതിൽ ബ്രസീലിയൻ താരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.